ഹായ് ഫ്രണ്ട്സ്, സ്വിൻ ടൈമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കാണിക്കുന്നത് സർക്കിൾ സ്കേർട്ടാണ്. 3 മീറ്റർ തുണിയാണ് ഇങ്ങനത്തെ ഒരു സർക്കിൾ സ്കേർട്ടിന് വേണ്ടത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആയിരിക്കും ഈ ഒരു സ്കേർട്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുമ്പോൾ 42 ഇഞ്ചാണ്. ഇനി വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അതിന് 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് റേഡിയസ് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 3.14 ചെയ്യാം. അപ്പോൾ 37 ഇവിടെ വേസ്റ്റ് റൗണ്ടിങ്. അതേ ഡിവൈഡഡ് ബൈ 3.14 ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഉത്തരമായിരിക്കും അതിൻ്റെ വേസ്റ്റ് റൗണ്ടായിട്ട് അല്ലെങ്കിൽ റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 12 ഇഞ്ചാണ് റേഡിയസ്. ഇനി ബാൻഡിൻ്റെ വീതി, ഇപ്പോൾ ഇത് സ്കേർട്ട് ഞാൻ ബാൻഡ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ പാവാടേൻ്റെ ഇറക്കം 42 ഇഞ്ചിൽ നിന്ന് 3.5 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ 39 ഇഞ്ചാണ് പാവാടേൻ്റെ ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 39 ഇഞ്ചും 12 ഇഞ്ചും ഈ 2 പോയിൻറ്റ്സാണ് നമുക്ക് മെയിനായിട്ട് സ്കേർട്ട് തയ്ക്കാൻ വേണ്ടത്. ഇനി ഇനിയാണ് തയ്ക്കണേന്ന് നോക്കാം. ആദ്യം ഈ തുണീനെ നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കാം. ഞാൻ ഇപ്പോൾ ഒരു പേപ്പറിൽ ചെയ്ത് കാണിക്കാം. ഇതുപോലെ പേപ്പറിന് മടക്കാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്തോ മറ്റു രണ്ടും ഓപ്പണിങ്ങും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ വേണം നിങ്ങൾ ഈ ക്ലോത്ത് മടക്കേണ്ടത്. അംബർല സ്കേർട്ട് വരുമ്പോൾ നമ്മൾ കോൺ പോലെയാണ് മടക്കുന്നത്. പക്ഷേ ഈ സർക്കിൾ സ്കേർട്ട് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇതുപോലെ മടക്കാം. അതിനുശേഷം ഈ ഒരു വശത്ത് ടേപ്പ് വെച്ചിട്ട് 12 ഇഞ്ച് നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ച ആ ഒരു ഫോർമുലയിൽ നിന്ന് കിട്ടിയ 12 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും വേസ്റ്റ് വണ്ണത്തിൻ്റെ പകുതിയായിട്ട് ഇവിടെ മാർക്ക് ചെയ്യരുത്. ഇതുപോലെ മാർക്ക് ചെയ്യുക. 12 ഇഞ്ച് ഒരു കർവ് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ആ ഷേപ്പിന് നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണമായിട്ട് വരുന്നത്. ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ടേപ്പിന് ഇതിന് മുകളിൽ വെച്ചിട്ട് നേരെ താഴേക്ക് പാവാടേൻ്റെ ഇറക്കം, അതായത് 39 ഇഞ്ചാണ് ഇറക്കം നമ്മൾ കൂട്ടിയത്, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് മാർക്ക് ചെയ്യുമ്പോൾ ടേപ്പ് അവിടെ വെച്ചിട്ട് ഇതുപോലെ 39 ഇഞ്ച് ആയിട്ട് ഇതുപോലെ കർവ് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡിൻ്റെ വീതിയും കൂടി മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കർട്ടിൽ ലെങ്ത് എടുക്കേണ്ടത്. സംശയമുള്ളവർ ആ ഒരു മെഷർമെൻറ്റ്സ് ആദ്യം ഞാൻ കാണിക്കുന്നുണ്ട്, അതൊന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് വെട്ടിക്കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്കേർട്ട് പാറ്റേൺ ആണത്. ഇവിടെ ഇപ്പോൾ ഈ സ്കേർട്ടിന് 2 ലെയറുള്ളൂ. കണ്ടോ, ഇതുപോലെ 2 ലെയറാണ് ഇതിനുള്ളത്. ഇനി ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്തതും ഈ ഒരു സൈഡ് ഓപ്പണിങ്ങും ആണ്. ഞാനിതിങ്ങനെ നിവർത്തി കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണേന്ന്. ഈ സ്കേർട്ട് 3 മീറ്റർ തുണി വെച്ചിട്ടാണ് ഈ ഒരു സ്കേർട്ട് ഞാൻ തയ്ച്ചത്. ഇതുപോലെയാണ് സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗം ഇരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് വേസ്റ്റ് ബാൻഡ് തയ്ക്കണേന്ന് നോക്കാം. ഇവിടെ വേസ്റ്റ് റൗണ്ട് 20 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 19 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സ് തന്നെയായിരിക്കണം നമ്മൾ ബാൻഡിൻ്റെ ലെങ്ത്തായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വീതി ഞാൻ പറഞ്ഞ പോലെ 3.5 ഇഞ്ച് തന്നെയാണ് ബാൻഡിൻ്റെ വീതിയായിട്ട് എടുക്കേണ്ടത്. അത് ഓരോ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് ബാൻഡ് വിഡ്ത്ത് കൂട്ടാം. ഇനി ഇതുപോലെ നമ്മൾ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡ് എത്രയുണ്ട് ഇതിൻ്റെ നീളം എന്ന് നോക്കാം. ഇതിപ്പോൾ 21 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ബാക്കി ലെങ്ത്ത് ഇതിന് കൊടുക്കാം. അപ്പോൾ 20 ഇഞ്ചാണ് ഒരു സൈഡിലത്തെ വീതി. അപ്പോൾ ടോട്ടൽ 40 ഇഞ്ച്. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ നീളം, ഈ ഒരു ഇതിൻ്റെ നീളം വരേണ്ടത് 40 ഇഞ്ച് തന്നെയായിരിക്കണം.
ഇനി ഇതിന് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കതുപോലെ നല്ല വശം ചേർത്ത് അടിച്ചു കൊടുക്കാം. ഇതിനായിരിക്കും നമ്മൾ ഇലാസ്റ്റിക് തയ്ക്കുന്നത്. അപ്പോൾ ബാൻഡ് വയ്ക്കുമ്പോൾ ആ സെയിം അളവ് തന്നെയായിരിക്കണം സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടായിട്ട് വരേണ്ടത്. ഇപ്പം ഞാൻ ഈ ഒരു സൈഡ് ഇതുപോലെയാണ് അടിച്ചേക്കുന്നത്. ബാൻഡിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്കേർട്ടിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ബാൻഡ് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 2 ഇഞ്ച് തന്നെയാണ്. ഇനി ഈ സ്കേർട്ടിൻ്റെ ഈ ഒരു സൈഡും കൂടി നമുക്ക് ജോയിൻ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരണേന്ന് നോക്കാം. 20 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 40 ഇഞ്ച്. ഇത് തന്നെയായിരിക്കണം നമ്മൾ വേസ്റ്റ് ബാൻഡായിട്ട് ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നമുക്ക് സിക്സാഗ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സ്കേർട്ടിൻ്റെ സൈഡ് വശം ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതുപോലൊരു ചരടാണ് എടുക്കുന്നത്. ഇലാസ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ ചുരിദാർ പാൻറ്റിന് തയ്ക്കുന്ന ചരട് നമുക്ക് എടുക്കാം. ഇവിടെ ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടെ നമുക്ക് ഇതുപോലെ സെറ്റിപ്പിങ് കുത്തിയിട്ട് ഇതുപോലെ ചരട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളും ഇതുപോലെ നമുക്ക് ചുറ്റിക്കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചരട് ഫുള്ളും ചുറ്റിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് സർക്കിൾ സ്കേർട്ട് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ടാണ് ഈ ഒരു സ്കേർട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒരു സ്കേർട്ട് ട്രൈ ചെയ്ത് നോക്കാം.